നമസ്കാരം. ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ് ഒന്നും ഇന്ന് പറയാനില്ല. ഇന്ന് ഹൗസ് ഉണർന്നിട്ടില്ല. 10:10 വരെ അവര് ഉറക്കത്തിലായിരുന്നു. ഇന്നലത്തേതാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ലാലേട്ടൻ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം. കാര്യം കഴിഞ്ഞ ആഴ്ച പുള്ളി US-ലായിരുന്നു. US-ലെ പരിപാടികൾ പലതും US-ൽ പോയ പല പരിപാടികളും എനിക്ക് US-ലുള്ള ആൾക്കാരുമായുള്ള ബന്ധം വെച്ച് പറയാണ്. ഇവിടെ പല പരിപാടികൾക്കും ഈ ട്രംപിന്റെ നിയമങ്ങൾ ഇപ്പം കർശനമായി നിയമം അനുവദിച്ചിട്ടില്ല. പല പ്രോഗ്രാമും അവിടെ തടസ്സപ്പെട്ടതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ശരി, ലാലേട്ടൻ ഇന്ന് ഹൗസിൽ എത്തുവോ, എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ഉമ്മ വെച്ചോ ഉമ്മ വെച്ചില്ലയോ എന്നൊക്കെ ഉള്ള ചർച്ചകളാണ് ഇപ്പോൾ ഹൗസിനുള്ളിൽ ഒരു വലിയ ചർച്ചയാക്കി മാറ്റിയത്. ഇപ്പൊ പിന്നെ ആര്യൻ പിന്നെ ജിസേലിന് ഉമ്മ വെച്ചെന്നുള്ള ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ എന്തിനാണ് ഇതൊക്കെ പിന്നെ ഈ പുറത്തു നിന്ന് വൈൽഡ് കാർഡുകൾ അകത്ത് കയറുമ്പോൾ ഇതൊരു വിഷയമാക്കിയത്? ഇവരുടെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പുറത്തുള്ള ഒരു കാര്യങ്ങളും അകത്ത് വന്ന് പറയരുതെന്നുള്ളത്. അതിന് ഉദാഹരണമാണ് ഇവര് വന്ന വൈൽഡ് കാർഡ്. എല്ലാം എന്ന് പറയാൻ പറ്റത്തില്ല, മസ്താനിയാണ് ഏറ്റവും ഇതുപോലുള്ള പല കാര്യങ്ങളും വെളിയിലുള്ള പബ്ലിക് ഇത് വെച്ചിട്ട് അകത്ത് വന്ന് അതൊരു വിഷയമാക്കി. ഈ വൈൽഡ് കാർഡ് വരുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് വലിയ സംഭവങ്ങൾ ഏണ്ടൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് എന്താ ഇവര് ഈ ഇതിനകത്തിലെ മസ്താനിയെ കുറിച്ച് ഒത്തിരി 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 കാര്യങ്ങളുണ്ട്. ഒരു ആരെയും റെസ്പെക്ട് ചെയ്യത്തില്ല, ആവശ്യമില്ലാത്തടത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നു, അതുപോലെ കൃത്യമായി ജോലികൾ ചെയ്യുന്നില്ല, ടാസ്കിലാണ് മാത്രമുള്ള ശ്രദ്ധയുള്ളൂ. ഹൗസിലെ മറ്റ് കിച്ചൺ ജോലികളിലോ മറ്റ് ക്ലീനിങ് ജോലികളോ ഏതെങ്കിലും ഏർപ്പെടുത്തിയാൽ അതിനകത്ത് കൃത്യത ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അപ്പൊ വൈൽഡ് കാർഡുകാരെ പുറത്താക്കുവോ? അതുപോലെ നമ്മളിപ്പോ വോട്ടിങ്ങില് എല്ലാരും പറയുന്നു ഹൗസിനുള്ളിലെ അനിമോളാണ് ഏറ്റവും മോശം ക്യാരക്ടർ എന്നാണ് ഇതിനകത്തില്. അതുപോലെ അനീഷു ആണെന്നാണ് അതിനകത്തിലെ വെയ്പ്പ്. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, വോട്ടിങ് ഇതിനെല്ലാം ഒരു ഘടകമാണ്. അതിന്റെ കൂടി ജനത്തിന്റെ സപ്പോർട്ട് കൂടെ നോക്കിയേ ബിഗ് ബോസ് ലാലേട്ടനൊക്കെ പുറത്താക്കത്തുള്ളൂ. നമ്പർ 1 ഇപ്പൊ നിൽക്കുന്നത് അനിമോളും, രണ്ടാമത് അനീഷ്, അതിന് ശേഷം ഷാനവാസ് ആയിരുന്നു. ഷാനവാസ് ഇപ്പൊ ഇച്ചിരി ഡൗൺ ആയി. 2-3 പൊസിഷനിലെ ഷാനവാസ് വോട്ട്. ഇപ്പൊ ഇവരൊന്നും ഔട്ടാകാൻ ചാൻസ് ഇല്ല. എന്തിന് രേണുസുതി പോലും 6ാമത്തെ 7ാമത്തെ പൊസിഷനിലുണ്ട്. അപ്പോൾ താഴെ കിടക്കുന്ന അവിടെ കിടന്ന് കസർത്ത് കാണിക്കുന്ന ആര്യനും ഒക്കെയാണ്. ആര്യനൊന്നും ഒരു സപ്പോർട്ടും ഇല്ല, ശൈത്യക്കില്ല, ഒനിയിൽ ഇല്ല. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വരലാണ്. അതായത് ബിന്നിയൊക്കെ ഇച്ചിരി താഴോട്ടാണ്. അപ്പൊ ഇവരിൽ ആരൊക്കെ പോകും? വൈൽഡ് കാർഡിൽ നിന്ന് ആരെങ്കിലും വിടുവോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. വൈൽഡ് കാർഡിന്റെ ഈ ഒരു വെളിയിലത്തെ വിഷയം ചർച്ച ചെയ്യുവോ? ഈ പുതപ്പിനടിയിലെ കാര്യം ചർച്ച ചെയ്യുവോ? അവിടെ ഒരു വലിയ 10-65 മണിക്കൂർ ഈ വിഷയം തന്നെ അവിടെ ഒരു പ്രശ്നമാക്കി എടുത്തതിന്റെ പിന്നിൽ വൈൽഡ് കാർഡിന്റെ ഈ മസ്താനിയെ കൂട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ അവിടെ ചർച്ച വരുമോ? അതുപോലെ ടാസ്കിനിടയിലെ അനീഷ് ഷാനവാസിന്റെ കൈ കടിച്ചെന്ന് പറയുന്നു, അല്ലാതെ ഇതൊക്കെ പറഞ്ഞു മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചർച്ച വരാൻ സാധ്യതയുണ്ട്. അനീഷിന് താക്കീത് കൊടുക്കുമോ? അതുപോലെ അനീഷിന് ഇപ്പം ഇന്നറിയാൻ കഴിയുന്നത് ടാസ്ക് ഈ നോമിനേഷൻ വൈൽഡ് കാർഡിന്റെ കിട്ടിയ പവർ വെച്ച് ആരെങ്കിലും ഒരാളെ ഇത് ചെയ്യാം, പിന്നെ നോമിനേഷൻ ഇതിൽ നിന്ന് ഒഴിവാക്കാന്ന് പറയുന്നു. അപ്പം ഇനിയും അനീഷിന് നോമിനേഷൻ പ്രക്രിയയെ പങ്കെടുക്കാൻ ഈ ബിഗ് ബോസിന്റെ ഈ സീസണിൽ പറ്റത്തില്ല എന്നുള്ള ഒരു ന്യൂസ് കൂടി വരുന്നുണ്ട്. ഇതെല്ലാം ഒരു കുറെ കൂടെ ക്ലിയർ ആകണമെങ്കിൽ ഇന്നത്തെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാത്തുള്ളൂ ആരൊക്കെ പുറത്താകും. പൊതുപ്പിനടിയിലെ പ്രശ്നം നല്ല പ്രശ്നം. ഇത് ലോകം മുഴുവൻ കാണുന്ന ഒരു കാര്യം. ഇത്രയും വലിയ ചർച്ചയും പുറത്തുനിന്ന് വന്നവരകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കി ഈ വൈൽഡ് കാർഡിന്. അതുപോലെ തന്നെ ജിസേലിന് 5-8-10 സ്റ്റിച്ച് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അതിനൊക്കെ ഉണ്ടായ കാരണങ്ങൾ ഇത് ഒരു ടാസ്കിലെ പ്രശ്നങ്ങളാണോ, ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളാണോ, പിന്നെ അനുമോളെ ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി തുടരുന്നു. പക്ഷെ അനുമോൾക്ക് സപ്പോർട്ടാണ്. ഇന്ന് 1 അല്ല 2 പേര് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഉനിയിലെ ശൈത്യ ഒക്കെ ആ ഒരു ഇതിൽ ആര്യൻ വരെ
ആര്യനെ കുറച്ചുകൂടി ചിലപ്പോൾ നിലനിർത്താൻ സാധ്യതയുണ്ട്. പക്ഷെ ശൈത്യ അത് രേണുസുതിക്ക് പോകാനുള്ള പൊസിഷനൊന്നും ആയിട്ടില്ല. പക്ഷെ രേണുസുതി എനിക്ക് വീട്ടിൽ പോകണം ബെഞ്ചിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ രേണുസുതിയെ പ്രിഫർ ചെയ്യാൻ സാധ്യതയുണ്ട് അവരുടെ ഒരു താല്പര്യം അനുസരിച്ച്. എന്തായാലും ശരി, നമുക്ക് അതിന്റെ ഇന്നത്തെ പ്രൊമോ ഒന്നും വന്നിട്ടില്ല. പ്രൊമോ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.